ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ 2 പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ഡ്രയറാണ്, നോവയുടെ ഹെയർ ഡ്രയറാണ്. ഇതൊരു ബോട്ടിൻ്റെ ഇയർബഡ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസം കൊണ്ട് സാധനം വീട്ടിലെത്തിട്ടോ. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല വില കുറവുണ്ട്. ഒരു 300 രൂപയുടെ ഉള്ളിലാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതും ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് വെറും 799 രൂപ കിട്ടിയത്. ഏതാണ്ട് 900 രൂപയുടെ അടുത്ത് ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്. നല്ല പാക്കേജിങ് ആട്ടോ. പാക്കേജ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇതാ സാധനം. നല്ല ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ചാർജറുണ്ട്. പിന്നെ ഇതാ അടിപൊളി. ചെവിയിലിരിക്കും എങ്ങനെ ഉണ്ട് നോക്കാം. എനിക്ക് ഇയർബഡ് ശരിക്കും ചെവിയിലിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരി വീഴും. ഇയർബഡ് നല്ല ഹെഡ്സെറ്റ് ഒന്നും ഇരിക്കില്ല. ഇവിടെ ഇങ്ങനെ ബട്ടൺ ഉണ്ട് കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു. സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ചെവിയിലിരിക്കുന്നുണ്ട്. സെറ്റാവും മീൻസ് ചെവിയിലിരിക്കുന്നുണ്ട്. ഇതാ നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇനി ഇത് വയ്ക്കാൻ അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ മൈക്കൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് റിവ്യൂ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ, യൂസ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെ അതിൻ്റെ ചാർജർ എങ്ങനെയുണ്ട് നോക്കട്ടെ. സി ആണ് ചാർജർ, സി മോഡൽ. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതാ നോവയുടെ ഹെയർ ഡ്രയർ ആട്ടോ. ഇവിടെ ഒരു ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ അതായിരുന്നു ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അത് ഹെയർ ഡ്രയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് ഈ ഹസ്ബൻഡ് ഇങ്ങനെ ചില വർക്കൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വർക്കുകളൊക്കെ ചെയ്യില്ലേ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന, പെട്ടെന്ന് ഉണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡ്രയറാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സാധനം ഇങ്ങനെ കണ്ടാ, നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വയ്ക്കാൻ പറ്റും. നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കൊണ്ടുവരാൻ പറ്റും. പോർട്ടബിളാണ് കേട്ടോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കറ്റി, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കറ്റൊക്കെ ഇരിക്കാം. എങ്ങനെ ഉണ്ടെന്നുള്ള ഫങ്ഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കുത്തിയിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാനിത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സോക്കറ്റുള്ള രണ്ടും കണ്ടു പോകുന്നു. അപ്പോൾ ഇനി എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫങ്ഷൻ നോക്കാം. രണ്ട് കാറ്റാണുള്ളത് കേട്ടോ. ഫസ്റ്റ് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള കാറ്റും, ലാസ്റ്റത്തെ ഭയങ്കര ചൂട് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇങ്ങനെ പൊള്ളുന്ന ടൈപ്പൊന്നുമല്ല. ഫസ്റ്റത്തെ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വല്ലാണ്ട് ഇതാ വലിയ ചൂടൊന്നുമില്ല. ഒരു തണുത്ത കാറ്റ് മുഴുവൻ. ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു കാറ്റുള്ളൂ കേട്ടോ. അത്ര വല്ലാണ്ട് അങ്ങോട്ട് തണുപ്പൊന്നും ഇല്ല ഇതിനും, എന്നാൽ ഭയങ്കര ചൂട് ഇല്ല താനും.
അതായത് കോൾഡല്ല. ഇനി കോൾഡിക്ക് മാറ്റം വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. കോൾഡായിട്ടുള്ള കാറ്റല്ല, പക്ഷെ ഭയങ്കര ചൂടായിട്ടുള്ള കാറ്റുമല്ല. പിന്നെ രണ്ടാമത്തെ കാറ്റെന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള നിൽക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. 300 രൂപയ്ക്ക് അത്യാവശ്യം വർത്താണ് ഈ സാധനം. പിന്നെ നമുക്കിങ്ങനെ കൊണ്ട് നടന്നിട്ട് ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ടു നടക്കാം. നമ്മൾ പോകുന്നിടത്തൊക്കെ കൊണ്ടു നടക്കാം. അതിന് പറ്റിയ അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ചൂടുള്ള സാധനങ്ങൾക്ക് മുടിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് മുൻപ് എന്തെങ്കിലും സെറം അല്ലെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ മുടിക്ക് ചൂടെന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ 2 പ്രോഡക്റ്റ്സിൻ്റെ അൺബോക്സിങ് ആയിരുന്നു. ഒന്നിതും മറ്റേത് ഒരു ഇയർ ബഡും. ഈ 2 സാധനം തന്നെ അൺബോക്സിങ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. എത്ര മാസത്തെ നിന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നത്, എത്ര അവർ ഇത് ചാർജ് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഈ സാധനത്തിൻ്റെ റിവ്യൂ നമ്മളെപ്പോഴും നോക്കും. ഇതുപോലെ ലേഡീസ് എപ്പോഴും ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് കുളിച്ചിട്ട് നമ്മളെ മുടി കണ്ട് ഉണങ്ങുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായ കാര്യമായിരിക്കും, പ്രത്യേകിച്ച് മുടി ലോങ് ഹെയർ ഉള്ള ആളുകളെ സംബന്ധിച്ച്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഒരുങ്ങാൻ നിൽക്കുക. മക്കളെയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് അവസാനം ഒരുങ്ങാൻ നിൽക്കുമ്പോഴും എൻ്റെ മുടി ഉണങ്ങിയിട്ടുണ്ടാവില്ല. മുടി ഒരുപാട് ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ മുടി ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കെട്ടിവെക്കുന്ന കാരണം ഇത് ഉണങ്ങത്തില്ല. എങ്ങനെ പോകാൻ നേരത്ത് ഇത് ഉണങ്ങില്ല. അപ്പം അങ്ങനെ ഇത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവിടെ ഏട്ടൻ ജോലിക്കൊക്കെ ഇവിടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു ഹീറ്ററുണ്ട്. ആ ഹീറ്റർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ മുടി, ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലോ ചൂടെടുത്തിട്ട് ഞാനിങ്ങനെ മുടിയിൽ ജസ്റ്റ് ഇങ്ങനെ ഉണക്കും. അതാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി അത് അത്ര നന്നാവില്ല. കാരണം നമ്മൾ മുടിക്ക് അത് ഭയങ്കര ദോഷം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ചൂട് കൂടുതലാണത്. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഈ സാധനം നമ്മൾ ഓഫറിൽ കണ്ടത്. അപ്പോൾ നോവയുടെ സാധനത്തിന് അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നമുക്കൊന്ന് മേടിക്കാം. അങ്ങനെ ഞാൻ മേടിച്ചതാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഹീറ്ററാണെന്ന് പറയില്ലേ, ആ ഹീറ്റർ ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് ആ ഹീറ്റർ. ഭയങ്കര സ്പീഡാണ് ഇതിന്. വന്നിട്ട് 0 1 1 2 3 ഭയങ്കര ചൂടാണ് ഇതിന്. സ്ത്രീയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി അടർന്നു പോരും, അത്രയും ചൂടതിന്. ഞാൻ 1-ലിട്ടിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പം ചെറിയ രൂപയ്ക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ അത് പർച്ചേസ് ചെയ്തു. എന്നെപ്പോലെ തന്നെ എപ്പോഴും ഈ കുറച്ച് കാശ് ചെറിയ പൈസയ്ക്ക് എന്താ കിട്ടാൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ. പുതിയൊരു വീഡിയോ ഇട്ട് തരാം. ബൈ.